എന്നെ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ലോക ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ ദിവസം. ചില സ്ഥലങ്ങളിൽ ഇത് ബിഗ് ഫ്രൈഡേ എന്ന് പറയുന്നു. ഒരു വർഷത്തിൽ 52 വെള്ളിയാഴ്ച ഉണ്ടെങ്കിലും ഈ വെള്ളിയാഴ്ച വലിയ ത്യാഗത്തിൻ്റെയും വലിയ സ്നേഹത്തിൻ്റെയും വിശാലമായ കൃപ ചൊരിഞ്ഞ, അതുകൊണ്ട് തന്നെ വലിയ വെള്ളി എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ നാം ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നു. ആരംഭകാല പ്രവർത്തനങ്ങളിൽ പുരോഹിതന്മാർ പ്രസംഗിച്ചതും അങ്ങനെയാണ്. മുഴുവൻ ലോകത്തിനുമായി ഒരുവൻ മരിക്കുന്നത് നല്ലത്. ഇറ്റ്സ് ഗുഡ് ടു ഡൈ വൺ മാൻ ഫോർ ദ ഹോൾ വേൾഡ്. ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം ഒരു ദേവാലയത്തിൽ പ്രസംഗം കേട്ട ശേഷം ഒരുവൻ പറഞ്ഞു, ഇന്ന് ഞാൻ കണ്ടത് മഹത്തായ കാര്യങ്ങൾ. ദേവാലയത്തിൽ ഉള്ള മുഴുവൻ കോൺഗ്രിഗേഷനും കണ്ണീരിൽ കുളിച്ചു. അതെനിക്ക് മനസ്സിൽ വലിയ സന്തോഷം നൽകി. എന്നാൽ പ്രാസംഗികൻ പറഞ്ഞു, ഇതിനേക്കാളും വലിയ ഒരു കാര്യം ഞാൻ കാണുന്നു. ഈ യോഗത്തിന് ശേഷം ഞാൻ കരഞ്ഞിട്ടേ ഇല്ല എന്ന ഭാവത്തിൽ പോകുന്ന ഒരു ജനക്കൂട്ടം. നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ്. യോഗത്തിൽ കണ്ണുനീരും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഉണ്ടെങ്കിലും ഇത് കഴിയുമ്പോൾ ക്രിസ്തുവിനെ മറന്നു പോകുന്ന ഒരു അനുഭവം. വരുവാനിരിക്കുന്ന വലിയ കോപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ തൻ്റെ തോളിൽ ചുമന്ന് ക്രൂശിലൂടെ സ്നേഹം പ്രകടിപ്പിച്ച ക്രിസ്തു. ഇന്നത്തെ ഈ ദിവസം ദുഃഖവെള്ളിയാഴ്ച ഞാൻ പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്. കേൾക്കുന്ന ഓരോരുത്തരും വീണ്ടെടുപ്പ് എന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ അവരെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മെ സംബന്ധിച്ച് ഇതൊരു ഓർമ്മ ദിനമാണ്. കർത്താവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ മരണം, തൻ്റെ കഷ്ടതയെല്ലാം ഓരോ വർഷവും നമുക്ക് ഒരു പുതുക്കം തരുന്നു. അതിനുവേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണം താൻ സ്വയം തിരഞ്ഞെടുത്ത ഒന്നാണ്. യെരുശലേമിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നാൽ താൻ കടന്നു വന്നു. ഗത്സമനയിൽ നിന്നും ഒഴിഞ്ഞു മാറാമായിരുന്നു, തന്നെ രക്ഷിക്കാമായിരുന്നു. എന്നിട്ടും താൻ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിന്നുകൊടുത്തു. രാത്രിയായതിനാൽ ചില ആളുകൾക്ക് തന്നെ രക്ഷിക്കാമായിരുന്നു. തൻ്റെ പിതാവിനെ വിളിച്ച് ശക്തി തേടി തൻ്റെ എതിരാളികളെ നശിപ്പിക്കാമായിരുന്നു. ഇതൊന്നും താൻ ചെയ്തില്ല. ക്രിസ്തുവിനെ മറ്റുള്ളവർ കൊന്നു എന്ന് പറയുവാൻ കഴിയില്ല, എന്നാൽ അവൻ സ്വയം ആ മരണം ഏറ്റെടുത്തതാണ്. ഈ മരണം തിരഞ്ഞെടുക്കാനുള്ള കാരണം ദൈവിക ഉദ്ദേശം തന്നെ. അത് തനിക്കറിയാമായിരുന്നു. മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള നിവർത്തീകരണം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ കാണുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ കഷ്ടത വ്യാഴാഴ്ച രാത്രിയിൽ ആരംഭിക്കുന്നു. തൻ്റെ ശിഷ്യനായ യൂദാസ് ഇസ്കരിയോത്ത് ചുംബനം നൽകി ഇവൻ ക്രിസ്തു എന്ന് കാട്ടിക്കൊടുക്കുന്നു. പട്ടാളക്കാരും അധിപന്മാരും യഹൂദ പ്രമാണികളും പുരോഹിതന്മാരും ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ തന്നെ പല ഘട്ടങ്ങളിലൂടെ, വിചാരണകളിലൂടെ, വിസ്താരങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോവുകയാണ്. അതിലൊന്നാമത്തെ വിസ്താരം അന്നാസിൻ്റെ അരമനയിലായിരുന്നു. അന്നാസ് അന്നത്തെ മുഖ്യ പുരോഹിതനായിരുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും ഓടി അകന്നു. രണ്ടാമത്തെ ന്യായവിസ്താരം കയ്യഫാസിൻ്റെ കോടതിയിലായിരുന്നു. അവിടെ നിയമ പണ്ഡിതന്മാർ, മുതിർന്ന പൗരന്മാർ അവരെല്ലാവരും ഒത്തുചേർന്ന് യേശുവിനെ ചോദ്യം ചെയ്തു. മത്തായി 26:57 കാണുവാൻ കഴിയും. മൂന്നാമത്തെ ന്യായവിസ്താരം നടന്നത് മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലോത്തോസിനെ ഏൽപ്പിച്ചു. ഇവിടെ ഒരു പ്രത്യേക സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശുവിനെ കൊല്ലുവാൻ വിധിക്കും എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിനെ കാണുവാനായി കടന്നു വന്ന യൂദാസ് ഇത് കണ്ട് ഏറെ ദുഃഖിച്ചു. താൻ ഏറ്റുവാങ്ങിയ വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞു. കെട്ടി ഞാന്ന് ചത്തു എന്ന് ദൈവവചനം
നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് മനുഷ്യ സ്വഭാവമാണ്. നാം മറ്റുള്ളവർക്കെതിരായി ചെയ്യുമ്പോഴും പറയുമ്പോഴും ചില താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ കുറ്റബോധം നമ്മെ അലട്ടിക്കൊണ്ടേയിരിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? ഞാനാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ശേഷം 4-ാമത്തെ ന്യായവിസ്താരത്തിനു വേണ്ടി പീലാത്തോസ് അവനെ ഹേരോദാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. യേശുക്രിസ്തു ഗലീലക്കാരനായതുകൊണ്ട് ഹേരോദാവിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന വ്യക്തിയായതുകൊണ്ടാണ് ഹേരോദാവിൻ്റെ അടുക്കിലേക്ക് അയച്ചത്. എന്നാൽ ചോദിച്ചതിനൊന്നും തന്നെ താൻ ഉത്തരം പറഞ്ഞില്ല. പട്ടാളക്കാരും മൂപ്പന്മാരും അവനെ കളിയാക്കി പരിഹസിച്ച് ചിരിച്ചു. ഹേരോദാവ് വീണ്ടും തിരികെ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് യേശുവിനെ അയക്കുകയാണ്. 5-ാമത്തെ ന്യായവിസ്താരം പീലാത്തോസിൻ്റെ കൊട്ടാരം. അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നടക്കുകയാണ്. അവൻ ന്യായസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ ഒരു ആളെ അയച്ചു. അവൾ പറഞ്ഞു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. പീലാത്തോസിൻ്റെ ഭാര്യ റോമക്കാരിയായിരുന്നു. അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരു ന്യായവിസ്താരത്തിലും ഒരു കോടതിയിലും വരുമായിരുന്നില്ല. എന്നാൽ ഇവിടെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ അവൾ കടന്നു വരികയാണ്. തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞ് തൻ്റെ ഭർത്താവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. പീലാത്തോസ് ഭാര്യയുടെ വാക്കുകൾ കേൾക്കുന്നു. എന്നാൽ മറുവശത്ത് ജനം ഇളകി മറിയുകയാണ്. അവനെ ക്രൂശിക്ക എന്നുള്ള വാക്കുകൾ കൊണ്ട്. എന്നാൽ പീലാത്തോസ് അവരോട് ചോദിക്കുന്നു, അവൻ ചെയ്ത ദോഷം എന്ത്? പക്ഷെ അതിനുത്തരമില്ല. എങ്കിലും ജനം വീണ്ടും അട്ടഹസിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. പീലാത്തോസ് വെള്ളമെടുത്ത് തൻ്റെ കൈകൾ ശുദ്ധമാക്കി പറയുകയാണ്, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്നാൽ ഈ സമയം ജനത്തിൻ്റെ ബഹളം കാരണം പീലാത്തോസ് ചോദിക്കുന്നു, ബറബാസിനെ വിട്ടുതരണമോ യേശുവിനെ വിട്ടുതരണമോ? എന്നാൽ പീലാത്തോസിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവൻ തെറ്റ് ചെയ്യാത്തവനായതുകൊണ്ട് ജനം ഒരുപക്ഷെ യേശുവിനെ വിട്ടുതരണമെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചാണ് ആ ചോദ്യം ചോദിച്ചത്. പക്ഷേ ഇവിടെ ജനം ബറബാസ് എന്ന ആ കൊടും കുറ്റവാളിക്ക് വേണ്ടി അവരുടെ ശബ്ദമുയർത്തുകയാണ്. ക്രിസ്തുവിന് ക്രൂശ് മരണവും വിധിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ചു. ചുമത്തിയ കുറ്റങ്ങൾ അനവധിയായി അവൻ്റെ മുമ്പിൽ പറയുകയാണ്. ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളതാണ് മുഖ്യമായ വിഷയം. ഞാൻ എല്ലാം പറയുന്നില്ല, ചില കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. അവൻ പറഞ്ഞ കുറ്റങ്ങൾ: 1, യഹൂദന്മാരുടെ രാജാവാകുന്നു ഞാൻ എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 18:33 കാണുവാൻ കഴിയും. രോഗികളെ ശബത്ത് നാളിൽ സൗഖ്യമാക്കി, അതൊരു കുറ്റമാണ്. ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് അവൻ പറഞ്ഞു. അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാനുണ്ട് എന്ന് അവൻ പറഞ്ഞു. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും എനിക്ക് പണിയാൻ കഴിയും എന്ന് ഇവൻ പറഞ്ഞു. ഇതെല്ലാം ദൈവദൂഷണമാണ്. കള്ളസാക്ഷികൾ മുൻപോട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെയും കോടതിയുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. ഈ പ്രത്യേക സന്ദർഭത്തിൽ അവനെ ക്രൂശിക്കുന്നതിന് വേണ്ടി യേശുവിനെ അധികാരികളുടെ കയ്യിലേക്ക് പീലാത്തോസ് കൈമാറുന്നു. യോഹന്നാൻ സുവിശേഷം 27-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ അവർ യേശുവിനെ കൈയേറ്റു. അവൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. മത്തായി സുവിശേഷം 27:32 പറയുന്നത്, അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവനെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. അവൻ വളരെ ഭാഗ്യവാനായിരുന്നു. കാരണം യേശുവിൻ്റെ ഭാരമുള്ള കുരിശ് ചുമക്കുവാൻ അവസരം ലഭിച്ചു. യേശുവിൻ്റെ ഭാരം കുറയ്ക്കുവാൻ അവൻ്റെ കൈയും തോളും ഉപയോഗിച്ചു. കുറേന എന്ന മലയാളത്തിലും സൈറീൻ എന്ന ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നു.
സൈറീൻ ആഫ്രിക്കയിൽ ലിബിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ആഫ്രിക്കയിൽ സേവനം ചെയ്ത സമയത്ത് എനിക്കറിയാം, അവിടെയുള്ള ആളുകൾ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന് അവരുടെ പള്ളികളുടെ മുകളിലൊക്കെയും ചിലപ്പോൾ എഴുതി വച്ചിട്ടുണ്ട്, യേശു എനിക്ക് വേണ്ടി മരിച്ചു. സാൽവേഷൻ ആർമിയുടെ കൃപാസനത്തിൻ്റെ മുകളിലും യേശു രക്ഷിപ്പാൻ ശക്തൻ എന്ന് എല്ലായിടത്തും എഴുതി വയ്ക്കുന്നു. കാരണം യേശു ക്രിസ്തു എല്ലാവരെയും രക്ഷിച്ചവനാണ്. ഗോൽഗോത്ത മലയിൽ എത്തിയപ്പോൾ യേശുവിന് ദാഹിച്ചു. അവർ കയ്പ് കലക്കിയ വീഞ്ഞു കൊടുത്തു. ഒന്ന് രുചിച്ചു നോക്കി, പിന്നെ അവൻ കുടിച്ചില്ല എന്ന് ദൈവവചനം പറയുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ്, എന്നിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് ജീവജല നദി ഒഴുകും എന്ന് പറഞ്ഞവൻ, ഇവിടെ അത്ഭുതങ്ങളൊന്നും കാട്ടാതെ തന്നെ ആ കയ്പ് നിറഞ്ഞ ആ ജലം കുടിക്കാതെ നിരസിക്കുകയാണ്. കാരണം തൻ്റെ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി അത്ഭുതങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. അവൻ്റെ വസ്ത്രം പങ്കിട്ടെടുത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46 മുതൽ വായിക്കുമ്പോൾ, യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു പ്രാണനെ വിട്ടു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഒരു മഹാത്യാഗവും ഒരു യാഗവും, അതൊരു ഷെയിംഫുൾ വേ, അത് നാണം കെട്ടവനെ പോലെ ക്രൂശിൽ തൻ്റെ മരണം വരിക്കുകയായിരുന്നു. ശാരീരികമാവുന്ന പീഡനങ്ങൾ അനുഭവിച്ചപ്പോഴും, ചുറ്റും പടയാളികൾ നിന്ന് കളിയാക്കിയപ്പോഴും, കഠിന ശോധനയിലൂടെ താൻ നടന്നു പോയപ്പോഴും, അതെല്ലാം വളരെ കഠിനമായിരുന്നുവെങ്കിൽ ആത്മീയമാകുന്ന സത്യം എത്രയോ വലിയതായിരുന്നു. 6-ാം മണി നേരമായപ്പോൾ ദേശമെല്ലാം ഇരുട്ടുണ്ടായി. ദേവാലയത്തിൻ്റെ തിരശ്ശീല 2ആയി കീറിപ്പോയി. ഇതന്ന് നടന്ന അത്ഭുതമാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, നാമും അവനോടൊപ്പം മരിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നാമും ക്രൂശിൽ യേശുവിനോടുകൂടെ മരിച്ചു. മരണം 3 വിധം ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ഡെത്ത്, ശാരീരിക മരണം. ശാരീരിക മരണത്തിലൂടെ മനുഷ്യനുമായുള്ള ബന്ധം അവിടെ അവസാനിക്കുകയാണ്. സ്പിരിച്വൽ ഡെത്ത്, ആത്മീയമാകുന്ന മരണം. ഈ ആത്മീയ മരണം അത് ദൈവവുമായുള്ള ബന്ധം അവിടെ അവസാനിക്കുകയാണ്. ഇറ്റേണൽ ഡെത്ത്, അത് മനുഷ്യനിൽ നിന്നും ദൈവത്തിൽ നിന്നുമുള്ള അകലം സംഭവിക്കുന്ന ഒന്നാണ്. ക്രൂശിലെ മരണത്തിലൂടെ നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ചതിലൂടെ ദൈവത്തിലുള്ള ബന്ധം താൻ പുനരുജ്ജീവിപ്പിച്ചു. ദൈവത്തോടുകൂടെ നടക്കുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തെ കൂടുതൽ വിളിക്കുവാനും ക്രൂശിലെ മരണം സഹായിച്ചു. 2-ാമതായി അതിൻ്റെ 13-ാമത്തെ വചനം, മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് റെക്കോർഡ് ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ കണക്ക് പുസ്തകം. പൗലോസ് പറയുന്നു, നമ്മുടെ എല്ലാ പാപങ്ങളും പിതാവാം ദൈവം ക്രിസ്തുവിൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നു. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ റെക്കോർഡ് ഓഫ് എവറിത്തിങ് യു ഡിഡ്, ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും എല്ലാ പ്രവൃത്തികളുടെയും ലിസ്റ്റ് എഴുതി ചേർക്കപ്പെട്ടിരിക്കും, ഒന്നൊന്നായി എഴുതപ്പെട്ടത്. നമ്മുടെ നല്ല പ്രവൃത്തികൾ, നമ്മളുടെ പാപ പ്രവൃത്തികൾ, ഏത് പ്രവൃത്തികളും എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. നാം പറഞ്ഞ വാക്കുകൾ, നമ്മൾ മറ്റുള്ളവരുമായി മോശമായ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്, വമ്പ് പറയുന്നത്, ചീത്ത പറയുന്നത്, ഇതൊക്കെയും ഓരോന്നായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആവശ്യമില്ലാതെ നാം മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന, ശകാരിക്കുന്ന ഇതൊക്കെയും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നുണ പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും റെക്കോർഡ് അവിടെ ഉണ്ട്. നാം കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുവാൻ പോകുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ എടുത്തു. ആ സാധനങ്ങളുടെ ഒരു ലിസ്റ്റിൻ്റെ റെസിപ്റ്റ്
നമുക്ക് നൽകുകയാണ്. ആ റെസിപ്റ്റിനനുസരിച്ചുള്ള വില നമ്മൾ ആ കടയിലേക്ക് നൽകണം. ഇവിടെ ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ കർത്താവിനും ഒരു ലിസ്റ്റ് കിട്ടി. പക്ഷേ അത് പാപത്തിൻ്റെ ലിസ്റ്റാണ്, മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ ലിസ്റ്റ്. നമുക്ക് ഇതിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, ഈ പാപപ്രവൃത്തികളിൽ. എന്നാൽ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനും കഴിയും. ക്രൂശിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ പാപങ്ങളും ക്രൂശിക്കപ്പെട്ടു. 14-ാമത്തെ വചനം പറയുന്നത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുമായി ക്രൂശിൽ തറച്ചു. ഒരു കാര്യം, ഒരാൾ ക്ഷമിക്കുന്നതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് നമുക്ക് എല്ലാം വിരോധമായി ആയിരുന്നു. ദൈവ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവൃത്തികളാണ് നാം ചെയ്തത്. അതെല്ലാം ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. എന്നാൽ മോചനം ലഭിക്കുന്നതിന് അത് മായ്ച്ചു കളയേണ്ടതുണ്ട്. ജയിലിൽ കിടക്കുന്ന ഒരാൾ നല്ല നടപ്പ് നടക്കുമ്പോൾ അവന് വിധിച്ച ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുകയും അവന് ജയിലിൽ നിന്ന് പുറത്തു വരുവാനും കഴിയും. ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതോടുകൂടെ നമ്മൾ ചെയ്ത ആ തെറ്റുകളൊക്കെയും എഴുതി വച്ചതൊക്കെയും അത് മായ്ച്ചു കളഞ്ഞ് ക്രൂശിൽ തറച്ചു. ഹല്ലേലൂയ. ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അത് സ്കോട്ട്ലൻഡിൽ നടന്ന സംഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ മദ്യപാനിയും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനുമായിരുന്നു. എന്നാൽ അവൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവൻ്റെ മാതാവിനെ ഒരു ചുടുകട്ട ഉപയോഗിച്ച് മർദ്ദിച്ചു, തലക്കടിച്ചു. ആ മാതാവ് എന്നാൽ മരിച്ചുപോയി. അവനെ ജയിലിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ജയിലിൽ അനേക വർഷങ്ങൾ കിടന്നു. എന്നാൽ കിടന്ന സന്ദർഭത്തിൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹം അവൻ കൈപ്പറ്റുകയുണ്ടായി. അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു, സഭയോട് ഇത് സംസാരിച്ചു. പിൽക്കാലത്ത് അറിയുന്നത് സ്കോട്ടിഷ് ചർച്ചിൽ അവനെ ഒരു പുരോഹിതനായി വാഴിച്ചു എന്നാണ്. സകല പാപവും മായ്ച്ചു കളയുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലൂടെ അത് ചെയ്തു എന്ന് എനിക്കും ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. നാം ചെയ്യുന്ന പാപങ്ങൾ പലപ്പോഴും അതെന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കറിയുവാൻ കഴിയുന്നുള്ളൂ. എവിടെയാണ് ഈ പാപങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്? ജീവൻ്റെ പുസ്തകത്തിൽ. റെവലേഷൻ 3:5 അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. റെവലേഷൻ 20:12 വെളിപാട് 20:12 പറയുന്നു, മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകം തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പല പുസ്തകങ്ങൾ, പേരെഴുതിയ പുസ്തകം, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ, ഇതൊക്കെയും ഉണ്ട് എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികളെല്ലാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ക്രൂശിൽ അത് എല്ലാം ഉരച്ച് മായ്ച്ച് അഴിച്ചു കളഞ്ഞു. അടുക്കി വച്ചിരിക്കുന്നവയെല്ലാം തെറ്റുകളുടെ കൂമ്പാരം ഉണ്ടായേക്കാം. എന്നാൽ അതെല്ലാം ഉരച്ച് മായ്ച്ചു കളഞ്ഞ് ക്രൂശിൽ അതെല്ലാം തറച്ചു. അതാണ് ക്രൂശീകരണത്തിൽ പാപത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ മോചനം എന്ന് പറയുന്നത്. പാപം എത്ര കടും ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ക്രിസ്തുവിൻ രക്തം. കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു. ഒന്നൊന്നായി. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന ബോർഡ് യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഓരോ ആണിയും തറയ്ക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ്റെ പാപങ്ങളും അതോടൊപ്പം അവിടെ തറച്ച് വയ്ക്കുകയാണ്. പാപങ്ങൾ ഒന്നൊന്നായി ക്രൂശിൽ തറച്ചതോടുകൂടെ മനുഷ്യൻ ആ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മൂന്നാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അത് കൊലോസ്യർ 2:15 നമ്മുടെ ശത്രു 15-ാം വാക്യത്തിൽ പറയുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഡിസാംഡ് ദ പവർ ഓഫ് ദി അതോറിറ്റി. അവരുടെ ആയുധം വെപ്പിച്ചു എന്നാണ്. അനേക പട്ടാളക്കാരും ഒരുപാട് മൂപ്പന്മാരും എല്ലാവരും ഉണ്ട്. പക്ഷെ അവർക്കൊന്നും യേശുവിനെ ഒന്നും ചെയ്യുവാൻ കഴിയും. ക്രൂശിൽ അവരുടെ മേൽ ഒരു ജയോത്സവം കൊണ്ടാടി എന്ന് ദൈവവചനം പറയുന്നു. ക്രൂശിൽ അവരുടെ മേൽ ഒരു ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. കാഴ്ചക്കാരായി നിൽക്കുവാനേ
കഴിഞ്ഞുള്ളൂ. ശത്രുവിൻ്റെ മേൽ ജയം നേടുന്നതാണ് ക്രൂശീകരണം. പൈശാചികൻ്റെ പിടിയിൽ നിന്ന് എന്നേക്കുമായുള്ള ഒരു മോചനമാണ്. നമ്മുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ്. ക്രൂശിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ക്രൂശിൻ്റെ ആ പടിവാതിലിൽ നമ്മൾ നിൽക്കുമ്പോൾ, ക്രൂശിൻ്റെ ചാരെ ചെന്നണയുമ്പോൾ സകല പാപവും എഴുതി തള്ളുകയും യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ ആ കുരിശിലൂടെ ജയോത്സവം ആഘോഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. അത് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ കഷ്ടതകളെല്ലാം പീഡകൾ കൊണ്ട് അനുഭവിച്ചപ്പോൾ അവൻ മനുഷ്യപുത്രനായ ക്രിസ്തു ഒരിക്കൽ പ്രാർത്ഥിച്ചു, ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്നവൻ പിതാവിനോട് യാചിച്ചു. എന്നാൽ പെട്ടെന്ന് തിരികെ അവൻ്റെ ദൗത്യത്തിലേക്ക് വന്നപ്പോൾ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണം എന്ന് പറഞ്ഞു. ഞാൻ തൃക്കരത്തിൽ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ജീവനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ക്രൂശിൽ മരണം വരിച്ചു. ഗുഡ് ഫ്രൈഡേ എന്ന് നാം പറയുമ്പോൾ നമ്മെയും ദൈവത്തോട് അടുപ്പിക്കുന്ന, അതാണ് ഗുഡ് ഫ്രൈഡേ. നമുക്ക് നല്ലത് സംഭവിച്ചു. കേൾക്കുന്ന എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ ദൈവം പൊറുക്കട്ടെ. ക്രൂശിനോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ ആ ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു പുതിയ ജീവൻ നമുക്ക് നൽകുകയും പുതിയതായി ഒരു ജീവിത ശ്രേണി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടാടുവാനും നമ്മുടെ ഭവനങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒരു പുതുക്കത്തിൻ്റെ ആത്മാവിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും. എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.